നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിൽ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ. നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ നമുക്ക് സങ്കടം, വിഷാദം, ദുഃഖമൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ മനസ്സ് ശരിയല്ലെന്ന്. അതായത് നമ്മുടെ പാസ്റ്റ് ലൈഫ്, കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ സുഖകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. വെറുതെ ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇരിക്കുന്ന വഴിക്ക് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മളിലേക്ക് തന്നെ നോക്കാൻ കഴിയുമോ? കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക, അതൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ആ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് വിട്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, നമ്മുടെ വിഷയങ്ങളിലേക്ക് തന്നെ നോക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് നമുക്ക് ഈ വെറുതെ കൊണ്ടുള്ള ഒരു ഗുണം വരുന്നത്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കാൻ കഴിയണം. അതായത് കാൽ ഇങ്ങനെ ഒന്നുകിൽ അർദ്ധ പത്മാസനത്തിൽ അല്ലെങ്കിൽ പത്മാസനത്തിൽ, അല്ല ഏറ്റവും കുറഞ്ഞ നമ്മളൊന്ന് കുന്തക്കാലിലൊന്ന് ഇരിക്കുക, ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ കഴിയുക. ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ മതി. കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേന് എന്താണ് നമ്മുടെ നട്ടലിൽ സംഭവിക്കുന്നത്? അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നട്ടൽ നൂർന്നിരിക്കണം. നട്ടലിൽ ഉള്ളിലൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഒക്കെ വരും. അതായത് നട്ടലിനകത്താണല്ലോ സുഷുപ്ന, നമുക്കറിയാം, സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയാം. അപ്പം അത് നാഡീനരമ്പുകളുടെ സഞ്ചാരങ്ങൾ, സിഗ്നൽസ്, തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽസ്, ന്യൂറോൺ സിസ്റ്റം ഒക്കെ നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതൊക്കെ നട്ടലിലൂടെയാണ്. അപ്പം നട്ടെല്ലാം നിവർന്നിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശീലിക്കണം. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റുള്ളവരാണെന്നും അതിനാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം ഇരിക്കുകയും ചെയ്യുമ്പോൾ ആർക്കും ഒരു നഷ്ടം സംഭവിക്കാനില്ല, നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പം മറ്റുള്ളവരല്ല അതിൻ്റെ കാരണം, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന വിഷയമാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങളാണെങ്കിലും എൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന വിഷയം ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിന് നമ്മൾ വെറുതെ ഒന്നിരിക്കുക. വെറുതെ ഇരുന്നിട്ട് കണ്ണുകളടച്ചിട്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് നമ്മുടെ ശ്വാസത്തെ ഒന്ന് നോക്കുക. ശ്വാസം വരിക പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് നമ്മുടെ ഇവിടെ ജീവനെ നിലനിർത്തുന്ന, പരിപോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഘടകം. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുവാൻ കാരണം ശ്വാസം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കുറച്ച് സമയം കണ്ണുകൾ അടച്ചിരുന്നിട്ട് കളയുന്നതല്ല. നമ്മൾ ആ ജീവിതത്തിൻ്റെ ഉണ്മയെ അറിയുക, അതിൻ്റെ അസ്തിത്വം എന്താണെന്ന് അറിയുക, നമ്മളെന്താണെന്ന് അറിയുക, ഈ പ്രകൃതിയുമായി നമ്മളെങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് അറിയുക. ഈ അറിവിലൂടെ എന്താണ് നമുക്ക് ഗുണം? നമ്മുടെ മനസ്സ് ശാന്തമാകും. അതെങ്ങനെയാണ് മനസ്സ് ശാന്തമാകുന്നത്? ഇപ്പം കുറച്ച് നേരം നിങ്ങൾക്കൊന്ന് പരിശീലിക്കാവുന്ന ഒരു കാര്യമാണ്. വെറുതെ ഇരിക്കുക, കണ്ണുകളടയ്ക്കുക, ശ്വാസം വരുന്നതും പോകുന്നതും വെറുതെ ഒന്ന് നോക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സ്പന്ദനങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ കഴിയും. ഇപ്പം കയ്യിൽ കുറച്ച് സ്പന്ദനം ഉണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിലുണ്ടാവും, നെറുകന്തലയിലുണ്ടാവും, കാൽപാദങ്ങളിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിരന്തരം ജനിച്ചപ്പോൾ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ കണ്ണുകൾ അടച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. നമ്മുടെ ശ്വാസത്തെ നോക്കുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം കട്ടായി പോകും. ചിന്തകളില്ലാതെ വരും ശ്വാസത്തെ നോക്കുന്ന സമയത്ത്. ആ ശ്വാസത്തെ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്പന്ദനങ്ങളെ അറിയുവാൻ കഴിയും. ഈ സ്പന്ദനങ്ങളെ അറിയുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ജീവനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. ജീവൻ എങ്ങനെയാണ് നടക്കുന്നത്, ജീവൻ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത്. അതായത് ഈ വിഷയങ്ങൾ, നമ്മുടെ ശ്വാസം നടക്കുന്നതിലൂടെ ഈ ജീവൻ നിലനിൽക്കുന്നു, ജീവൻ നിലനിൽക്കുന്നതിലൂടെ നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെന്നറിയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ധാരണയായി, ജീവിതത്തെക്കുറിച്ചുള്ളൊരു നല്ലൊരു അറിവ് കിട്ടി. ഈ അറിവുകളാണ് നമുക്ക് മനസമാധാനം തരുന്നത്, ശാന്തി തരുന്നത്.
അപ്പം യോഗ പരിശീലിക്കുന്നതിലൂടെ നിസ്സാര കാര്യമല്ല. ഇപ്പം പൊതുവെ എല്ലാവരും യോഗാസനങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്, യോഗ പരിശീലിക്കുന്നതാണ്. പക്ഷെ ആരും സീരിയസ് ആയിട്ടല്ല, ഗൗരവത്തിലല്ല യോഗാസനങ്ങൾ എടുക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ പെട്ടെന്ന് പോവുക, അങ്ങനെയല്ല. ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയായി മാറ്റണം. അതായത് ശ്വാസം നടക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്നും പരിശീലിക്കേണ്ട, സമയം കിട്ടുമ്പോഴെല്ലാം പരിശീലിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ യോഗാസനങ്ങൾ പരിശീലിക്കുന്നത് കൂടെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഒരു അഷ്ടാംഗ യോഗയിൽ, പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയിൽ മൂന്നാമത്തെ സെക്ഷനാണ്, അംഗമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാലാമത്തെ പ്രാണായാമം, മൂന്നാമത്തെ ആസനങ്ങൾ. അപ്പോൾ ആസനങ്ങൾ പരിശീലിക്കുക എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ധാരണയിലെത്തും. അപ്പം ധാരണയൊക്കെ അതിനു മുന്നേ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ണ്, നമ്മൾ എന്ത് കാണണം, ആ കാഴ്ച നമുക്ക് നിയന്ത്രിക്കാനാവില്ല നമ്മൾ എന്താ കാണണമെന്നുള്ളത്. പക്ഷെ നമ്മുടെ ആ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് ഉള്ളിലേക്ക് വലിക്കാൻ പറ്റും. നമ്മളൊരു വസ്തുവിനെ കണ്ടു, ആ വസ്തു നമുക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു, നമ്മൾ കണ്ണുകൾ അടയ്ക്കുക എന്നുള്ളതല്ല. ആ വസ്തുവിൻ്റെ കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന അനുഭവം നമുക്ക് എങ്ങനെയത് നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാൻ നോക്കാൻ പറ്റും. അതാണ് നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തിൽ അനുഭവം ആക്കണ്ടല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം നമ്മുടെ മുന്നിൽ കണ്ടു, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മൾ അതിനെ മനനം ചെയ്തു. ഇപ്പം നേരത്തെ ആണെങ്കിൽ, യോഗ പരിശീലിക്കുന്നതിനൊക്കെ മുന്നേ ആണെങ്കിൽ, ഞാനാണെങ്കിൽ പോലും അത് ഉള്ളിൽ വന്നിട്ട് അതിനെ പ്രവർത്തിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതുമായിട്ട് നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ യോഗാസനങ്ങൾ പരിശീലിച്ച ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനനം ചെയ്തിട്ട് നമുക്ക് വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ട, അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആ ചിന്തകളുടെ ശക്തി നമ്മുടെ മനസ്സിൽ ഇല്ലാതാക്കുവാൻ കഴിയും. അപ്പോൾ ചിന്തകളുടെ ശക്തി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഊർജ്ജം മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല. നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് ചലിക്കുവാൻ കഴിയില്ല. അപ്പം നമ്മൾ അബോധമായിരിക്കുന്ന സമയത്താണ്, അബോധമായിരിക്കുന്ന സമയങ്ങളിലാണ് ചിന്തകൾ വരികയും പ്രവൃത്തിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ദുഷ്കർമ്മങ്ങൾ ഉണ്ടാകുക സാധാരണ. അല്ലെങ്കിൽ ശരീരത്തിനും നമുക്ക് ചുറ്റുപാടിനുമൊക്കെ ഗുണമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ അബോധമായി ഇരിക്കുന്ന സമയത്താണ്. നമുക്കൊരു വിഷയം വന്നു, നമ്മുടെ കണ്ണിൽപ്പെട്ടു, നമുക്കത് ഗുണമല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ നോക്കിയാൽ മതി, പ്രവർത്തനത്തിലേക്ക് കടക്കില്ല. ചിന്തകൾ വന്നോട്ടെ, അതൊരു മെഷീനാണ്, അതിനകത്ത് എന്തും പോകും. പക്ഷെ അത് പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങളെയെല്ലാം മനനം ചെയ്തും പ്രാവർത്തികമാക്കിയും നമുക്ക് പോകേണ്ട ഒരു ഘടകമാണ് യോഗാസനങ്ങൾ, അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം എല്ലാവരും പഠിക്കുക, ഇതിനെക്കുറിച്ച് അറിയുക. യോഗ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയുവാൻ കഴിയും.